യേശു ദൈവമാണോ? അങ്ങനെ ചോദിക്കാൻ കാര്യം എന്താണ്? കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ കുറേ വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഒരു സംശയം തോന്നാറുണ്ട്. അതുപോലെ തന്നെ പുതിയ നിയമത്തിൻ്റെ ഒരു വെളിച്ചത്തിൽ ഒന്ന് വിശദീകരിച്ച് തരാമോ? വാസ്തവത്തിൽ യേശു ദൈവം അല്ലെന്ന് സ്ഥാപിക്കാനാണ് പ്രയാസം. യേശു ദൈവമാണെന്ന് സ്ഥാപിക്കാൻ പ്രയാസമില്ല, അതാണ് സത്യം. അതേസമയം പുതിയ നിയമത്തിൽ യേശു ദൈവമാകുന്നു എന്ന് പറയാൻ വേണ്ടി ഒരു പ്രത്യേകമായ രംഗങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഉള്ള രംഗങ്ങളൊക്കെ വേണമെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് യേശു ക്രിസ്തുവിൻ്റെ മാമോദിസ സമയങ്ങൾ, അത് സമാന്തര സുവിശേഷങ്ങൾ 3-ലും ഏതാണ്ട് ഒരുപോലെ ദൈവത്തിൻ്റെ ഒരു പ്രഖ്യാപനം കൂടി കൊടുത്തിട്ടുണ്ട്. മാമോദിസ സ്വീകരിച്ച് ജോർദാൻ നദിയിൽ നിന്ന് കയറുന്ന യേശുവിന് മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് ദൈവം പറയുന്നു, നീ അല്ലെങ്കിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ആകുന്നു എന്ന്. അപ്പോൾ ദൈവം പ്രിയപുത്രനാകുന്നു എന്ന് വെച്ചാൽ അർത്ഥം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം യേശു ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവമാണെന്നാണ്. ദൈവത്തിൻ്റെ പുത്രൻ ദൈവമായിരിക്കുമല്ലോ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ദൈവപുത്രൻ എന്ന ഈ ഫ്രേസ് പഴയ നിയമത്തിൽ പല സ്ഥലങ്ങളിലും രാജാക്കന്മാർക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് സങ്കീർത്തനം 2. അവിടെ രാജാവിനെ അഭിഷേകം ചെയ്ത് രാജാവിൻ്റെ സിംഹാസനാരോഹണ സമയത്ത് പാടുന്ന ഒരു പാട്ടാണ് ഈ 2-ാം സങ്കീർത്തനം. അപ്പോൾ ആ സങ്കീർത്തനത്തിൽ ഇന്ന് നിന്നെ ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു, നീ എൻ്റെ പുത്രനാകുന്നു എന്ന ഒരു വാക്യമുണ്ട്. അതായത് ദൈവം ഈ രാജാവിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാണ് അർത്ഥം, അല്ലാതെ ദൈവമായിട്ട് തീർത്തിരിക്കുന്നു എന്നല്ല. അപ്പോൾ അവിടെ ദൈവപുത്രൻ എന്ന വാക്കിന് അർത്ഥം രാജാവ് എന്നാണ്. അതായത് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം രാജകീയ പദവി സ്വീകരിച്ച ആൾ എന്ന അർത്ഥമേ അവിടെയുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ദൈവം എന്ന് തന്നെയാണ് അർത്ഥം. അത് നമുക്ക് കുറേ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. പിന്നെ പറയുന്നത് എന്താ? വചനം ദൈവമായിരുന്നു എന്നാണ്, ദൈവപുത്രൻ എന്നല്ല, ദൈവമായിരുന്നു എന്നാണ്. ആരെപ്പറ്റി പറയുന്നത്? യേശുവിനെ പറ്റി. അതായത് അവിടെ പറയുന്നത് ഒന്നിൽ പറയുന്നത് മനുഷ്യാവതാരം ചെയ്യുന്നതിന് മുൻപുള്ളതായ ദൈവപുത്രനെ പറ്റി, അല്ലെങ്കിൽ പുത്രൻ തമ്പുരാനെ പറ്റിയാണ് പറയുന്നത്. പിന്നീട് 1:14 ഈ വചനത്തെ പറ്റി പറയുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, നമ്മൾ അവൻ്റെ മഹത്വം കണ്ടു എന്നല്ല. അപ്പോൾ 1:1 പറയുന്ന ആ ദൈവം മനുഷ്യനായി അവതരിച്ചതാണ് യേശു ക്രിസ്തു. 1:14 സംസാരിക്കുന്നത് യേശുവിനെ പറ്റിയാണ്, മനുഷ്യാവതാരത്തെ പറ്റിയാണ്. അപ്പോൾ മനുഷ്യാവതാരം ചെയ്ത യേശുവിനെ ദൈവമെന്ന് അവിടെ വിളിച്ചു കഴിഞ്ഞു. കുറച്ചുകൂടി വ്യക്തതയോടുകൂടി നമ്മൾക്ക് എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരു വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൻ്റെ അവസാനം. തോമസ് ലീഹ യേശുവിനെ പറ്റി ഇങ്ങനെ പറയുന്നു: ഞാൻ അവൻ്റെ മുറിവുകൾ കാണാതെ, അവൻ്റെ വിലാപ്പുറത്ത് കൈയിടാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് തോമസ് ലീഹ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് യേശു ക്രിസ്തു അതിന് പ്രതികരണം ചെയ്തത്? എങ്ങനെയാണ് പ്രതികരിച്ചത്? യേശു തോമസ് ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നു, ഇതാ നീ വരൂ, കാണൂ, നിന്റെ കൈ വിരൽ എൻ്റെ പാർശ്വത്തിൽ ഇടൂ എന്നൊക്കെ. തോമസ് ലീഹ അതിന് ഉത്തരമായിട്ട് പറയുന്നത് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നാണ്. അതായത്
തോമസ് ലീഹ യേശുവിനെ ദൈവം എന്ന് വ്യക്തമായിട്ട് വിളിക്കുന്നു എന്നാണ് അർത്ഥം. അവിടെ ദൈവപുത്രൻ എന്നല്ല, ദൈവം എന്ന് തന്നെ വിളിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. പിന്നീട് നമുക്ക് 2 കൊരിന്ത്യർ 13 അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ പൗലോസ് ലീഹ കൊടുക്കുന്ന ഒരു ആശീർവാദമുണ്ട്. ആശീർവാദത്തിൽ യേശു ക്രിസ്തുവിനെയും ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും ചേർത്ത് ആണ് ആശീർവാദം പറയുന്നത്. അതായത് യേശുവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആശീർവാദം കൊടുക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ കൂടെയാണ് യേശുവിൻ്റെയും പേര് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ദൈവത്തെ പോലെ ദൈവതുല്യനാണ് യേശു എന്ന അർത്ഥമാണ് അവിടെ ഉള്ളത്. മറ്റൊരു വാക്യം പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 1-ാം വാക്യമാണ്. അവിടെ ലേഖകനായ പത്രോസ് പറയുന്നത് നമ്മുടെ ദൈവവും രക്ഷകനുമായ യേശു ക്രിസ്തു എന്നാണ്. നമ്മുടെ ദൈവവും രക്ഷകനും. അപ്പോൾ യേശു രക്ഷകനാണ്, അതുപോലെ തന്നെ യേശു ദൈവവുമാണ് എന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനിയൊരു വാക്യം എടുക്കുകയാണെങ്കിൽ വെളിപാട് പുസ്തകമാണ്. വെളിപാട് പുസ്തകം 4-ഉം 5-ഉം അധ്യായങ്ങൾ സ്വർഗദർശനമാണ്, സ്വർഗത്തിൻ്റെ ദർശനമാണ്. അവിടെ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനം കാണിക്കുമ്പോൾ അവിടെ മാലാഖമാർ 24 മൂപ്പന്മാർ ദൈവത്തെ മാലാഖമാരും മൂപ്പന്മാരും ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ മുൻപിൽ അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെയാണ്. ആ കുഞ്ഞാട് ദൈവത്തിൻ്റെ കയ്യിലുള്ള ഒരു ചുരുൾ വാങ്ങിച്ച് വായിക്കുവാൻ ശക്തനാണെന്ന് മനസ്സിലാക്കി അവിടെ അങ്ങനെ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ആ കുഞ്ഞാട് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ആ ചുരുൾ വാങ്ങിക്കുന്നു. ലോകത്തിൻ്റെ മുഴുവനും ഭാവിയെപ്പറ്റി പറയുന്ന ചുരുൾ ആണ് ദൈവത്തിൻ്റെ കയ്യിലുള്ളത്. ആ ചുരുൾ വാങ്ങിക്കുവാൻ അർഹനായിട്ട് മറ്റാരുമില്ല, ഒരാൾ മാത്രമേ ഉള്ളൂ. അത് അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. അങ്ങനെ കുഞ്ഞാടിനെ അവതരിപ്പിച്ചതിന് ശേഷം ഈ മാലാഖമാർ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. ആരാധന അവസാനിക്കുന്നത് ഈ കുഞ്ഞാടിനെയും കൂടി ആരാധിച്ചുകൊണ്ടാണ്. അതായത് ദൈവത്തിന് കൊടുത്ത ആരാധനയിൽ, അതേ ആരാധനയിൽ ആ ആരാധന തന്നെ അവസാനിപ്പിക്കുന്നത് കുഞ്ഞാടിനെ ആരാധിച്ചുകൊണ്ടാണ്. കുഞ്ഞാട് മറ്റാരുമല്ല, അറുക്കപ്പെട്ട കുഞ്ഞാട് യേശുവാണെന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. അപ്പോൾ പിതാവിന് കൊടുക്കുന്ന അതേ ആരാധന ഈ അറുക്കപ്പെട്ട കുഞ്ഞാടിനും കൊടുക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ആരാധിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ദൈവത്തെ അല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് യഹൂദന്മാരുടെ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പഴയ നിയമം മുഴുവനും അതാണ്. ദൈവമല്ലാതെ മറ്റൊരാളെയും ആരാധിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. ഞാനല്ലാതെ നിനക്ക് മറ്റൊരു ദൈവം ഉണ്ടാകരുത് എന്നാണ് 1-ാമത്തെ കൽപ്പന. അപ്പോൾ ദൈവത്തെ ആരാധിച്ച് ആ ആരാധന അറുക്കപ്പെട്ട കുഞ്ഞാടിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് അവിടെ ആരാധന കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ദൈവം എപ്രകാരം അല്ലെങ്കിൽ ഏത് അളവിൽ ദൈവമായിരിക്കുന്നുവോ അതേ അളവിൽ ഈ അറുക്കപ്പെട്ട കുഞ്ഞാടായ യേശുവും ദൈവമാകുന്നു എന്നാണ് അവിടെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അനേകം വാക്യങ്ങൾ ഉണ്ട് ഈ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒക്കെ ആയിട്ട്. പഴയ നിയമത്തിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല, അതിന് ഇപ്പോൾ സമയമില്ല. ഇനി പുതിയ നിയമത്തിലെ മറ്റൊരു വാക്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ. അവിടെ യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ജെറുസലേമിലാണ് ഇപ്പോൾ യേശു.
യേശു ജെറുസലേമിൽ പ്രവേശിച്ച് അവിടെ ദേവാലയത്തിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലം. അപ്പോൾ യേശു ചോദിക്കുന്നു, ഫരീസയർ മിശിഹായെ പറ്റി അവൻ ദാവീദിന്റെ പുത്രനാണെന്നാണല്ലോ പറയുന്നത്, അത് ശരിയാണോ എന്ന് ചോദിക്കുന്നു. ഫരീസയർ മിശിഹ ദാവീദിന്റെ പുത്രനാണെന്നാണല്ലോ പറയുന്നത്, അത് ശരിയാണോ? അത് ശരിയല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് യേശു പറയുന്നു, ദാവീദ് തന്നെ മിശിഹായെ സംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു. ആദ്യം പറയുന്നത് കർത്താവ് എന്ന് പറയുന്നത് ദൈവമാണ്. ഇനി എൻ്റെ കർത്താവ് എന്ന് പറയുന്നത് മിശിഹായെ പറ്റിയാണ്. അപ്പോൾ ദാവീദിൻ്റെ പുത്രനാണ് ഈ മിശിഹ എങ്കിൽ തീർച്ചയായിട്ടും ഈ മിശിഹായെ ദാവീദിൻ്റെ കർത്താവിന് വിളിക്കേണ്ടതായിട്ട് വരത്തില്ല. പ്രസിഡൻ്റ് ആയാലും പ്രധാനമന്ത്രി ആയാലും ഒരാളിനെ അയാളുടെ പിതാവ് പ്രധാനമന്ത്രി എന്നല്ല വിളിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രസിഡന്റ് എന്നല്ല വിളിക്കുന്നത്, മകനെ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ദൈവമായ കർത്താവ് എൻ്റെ കർത്താവിനോട്, എൻ്റെ മകനോടെന്നല്ല, എൻ്റെ കർത്താവിനോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് എൻ്റെ കർത്താവിനോട് എന്നാണ് ദാവീദ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ദാവീദിൻ്റെ കർത്താവാണ് ഈ മിശിഹ എന്നവൻ. ഇനിയും ഈ മിശിഹ ദാവീദിൻ്റെ കർത്താവായതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ദൈവമായി ആകാതിരിക്കാൻ നിവൃത്തിയില്ല. അതുപോലെ തന്നെ നമുക്ക് പുതിയ നിയമത്തിലെ യേശുവിൻ്റെ ജനനത്തെപ്പറ്റി പറയുന്ന ഭാഗങ്ങൾ ലൂക്കാസ് സുവിശേഷവും മത്തായി സുവിശേഷവും. ലൂക്കാസ് സുവിശേഷത്തിൽ മറിയത്തോട് ദൈവദൂതൻ പറയുന്നതാണ്, അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നാണ്. ഇനിയും യേശു കന്യകയുടെ പുത്രനായിട്ട് ജനിച്ചു എന്ന് ഈ രണ്ട് സുവിശേഷങ്ങളിലും എടുത്തു പറയുന്നതിന് കാരണം യേശു ദൈവമാണെന്നാണ്. ദൈവപുത്രൻ എന്ന് രാജാക്കന്മാരാരും ഈ അർത്ഥത്തിൽ ദൈവത്തിൻ്റെ പുത്രന്മാരല്ലല്ലോ, അവരാരും കന്യകാസുരന്മാരല്ലല്ലോ. അപ്പോൾ യേശു ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ കന്യകയുടെ പുത്രനാണ് യേശുവിന് കൂടി, അതായത് ദൈവം ആണ് യേശുവിൻ്റെ പിതാവ്. അത് വെറും ആലങ്കാരിക ഭാഷയല്ല, യഥാർത്ഥമായും ദൈവമാണ് യേശുവിൻ്റെ പിതാവ്. അങ്ങനെ വരുമ്പോൾ യേശു ദൈവം തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ ഒരിക്കലും നമുക്ക് യേശു ദൈവമാകുന്നു എന്ന കാര്യം നിഷേധിക്കാൻ കഴിയുകയില്ല. യേശു യഥാർത്ഥമായും ദൈവമാണ്. പിതാവായ ദൈവം എങ്ങനെയാണോ ദൈവമായിരിക്കുന്നത്, അതേ അർത്ഥത്തിൽ അതേ അളവിൽ യേശു ദൈവമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ ഇതിന് ഉത്തരം പറയാം.